ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഭാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്നതാ നല്ല ബിസ്ക്കറ്റ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി പുഡിംഗ് ആട്ട റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതിന് മുമ്പായിട്ട് വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റും ചെയ്യാനും ആരും മറക്കരുത്. ബിസ്ക്കറ്റ് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ആരോ ഫ്രൂട്ടിന്റെ ഒരു 15 ബിസ്ക്കറ്റ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 സ്പൂണോളം വാനില എസൻസ് വേണം. ഒരു ബൗള് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 2 കോഴിമുട്ട, പിന്നെ 1 കപ്പോളം പാല് വേണം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഒരു ബൗള് പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒന്ന് കാരമൽ ചെയ്തെടുക്കാനായിട്ട്. പഞ്ചസാര നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാരമൽ ചെയ്ത പഞ്ചസാര ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് ഏത് പാത്രമായാലും എടുത്താൽ മതി. ഒരു റൗണ്ട് ഷേപ്പുള്ള ഒരു പാത്രം, ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ഈ പാത്രത്തിന്റെ എല്ലാ വശത്താവുന്ന പോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതിവിടെ ഇരുന്ന് ഒന്ന് കട്ട പിടിക്കട്ടെ. ഒരു മിക്സിന്റെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 15 ബിസ്ക്കറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ബിസ്ക്കറ്റ് എടുക്കുമ്പോൾ കുറച്ച് മധുരം കുറഞ്ഞ ടൈപ്പ് ബിസ്ക്കറ്റ് എടുക്കുന്ന കേട്ടോ നല്ലത്. നമ്മളിതിൽ മധുരം ചേർക്കുന്നതുകൊണ്ട് ഭയങ്കര മധുരമായി പോകും. ഈ ബിസ്ക്കറ്റിന്റെ മേളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യത്തിന് കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കാരമൽ ഇതിന്റെ ഒരു മധുരം ഉണ്ടാകും, അപ്പൊ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുത്ത ഈ ബിസ്ക്കറ്റിന്റെ മിക്സ് നമുക്ക് ഈ കാരമൽ ചെയ്ത പഞ്ചസാരന്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഒരു 1/2 മണിക്കൂറോളം ഒന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതുപോലെ ഒരു ആവിപാത്രത്തില് അടിയിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ മേലൊരു പാത്രം വെക്കുക. എന്നിട്ട് അതിന്റെ മേലെ വേണം നമ്മൾ ഈ പാത്രം വെക്കാനായിട്ട്. എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കുക. ആവിപാത്രത്തിൽ ഒന്ന് ആവി കയറാനായിട്ട് മിക്സ് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഒന്ന് മൂടി തുറന്ന് നോക്കാം അത് വെന്തിട്ടുണ്ടോന്ന്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു പപ്പടത്തിന്റെ കുത്തി വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ കുത്തി നോക്കാം. അപ്പൊ മാവ് പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. പുഡിംഗ് എന്താ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ഭംഗിക്ക് 2-3 ചെറി കൂടെ വെച്ചു കൊടുക്കാം. കാണാൻ നല്ല രസമല്ലേ പുഡിങ്? കാണാൻ മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അത് കഴിച്ചു തുടങ്ങിയ വീണ്ടും കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നല്ല സോഫ്റ്റ്, ഇതിന്റെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര സോഫ്റ്റ് ആയിക്കിട്ടോ. വായിലിട്ട് നല്ല അലിഞ്ഞു പോകുന്ന ബിസ്ക്കറ്റ് പുഡിങ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്.